So which of the following polymers is commonly used in electroluminescent devices? Option B. B. Option A എന്താ polyaniline എന്താണെന്ന് അറിയോ? Conductive polymer. Very good. Polyaniline conductive polymer ആണ്. Polystyrene പോളിസ്റ്റൈറീൻ എന്താ? സ്കെയിലൊക്കെ. വെരി ഗുഡ്. സ്കെയിലൊക്കെ ഉണ്ടാക്കുന്ന പോളിമർ. തെർമോ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. കോളം ആലോചിക്കട്ടെ. തെർമോകോൾ എന്ന് പറയുമ്പോഴും ആദ്യം ആലോചിക്കേണ്ട പോളിസ്റ്റൈറീൻ ആണ്. പോളിസ്റ്റൈറീന്റെ എക്സ്പാൻഡഡ് വെർഷൻ ആണ് തെർമോകോൾ. EPS എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് പോളിസ്റ്റൈറീൻ. വെരി ഗുഡ്. സോ PPV അല്ലെങ്കിൽ പോളിഫിനിലിൻ വിനിലിൻ സ്ട്രക്ചർ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പോളി പാരാഫിനിലിൻ വിനിലിന്റെ ഒരു വിനൈൽ ഗ്രൂപ്പ്. വെരി ഗുഡ്. വിനിലിൻ ഗ്രൂപ്പ് വരുന്നതിനാണ് പോളിപാരാഫിനിലിൻ വിനിലിൻ എന്ന് പറയുന്നത്. പാര എന്താ? 1,4 position. 1,4 position. Very good. Okay. Known for its yellow green light emission and its role in early LED research, polyaniline is a conducting polymer, while polystyrene and polyethylene are insulating polymers. So, how can the color of light emitted by an electroluminescent polymer be changed? Option C. By changing the applied voltage. Where? വരല്ലേ? ആൻസർ പറഞ്ഞേ. ബി ആരാ പറഞ്ഞു? വേറെ എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ചാറ്റ് ബോക്സിലെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത. ഓക്കെ. സി അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, ബി ആണ് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഹൗ ക്യാൻ ദ കളർ ഓഫ് ലൈറ്റ് എമിറ്റഡ് ബൈ an electroluminescent polymer be changed? ആ പോളിമറിനെ എങ്ങനെ നമുക്ക് ചേഞ്ച് ആക്കാന്നാണ് ചോദിച്ചത്. ഓക്കെ, ആ പോളിമർ എമിറ്റ് ചെയ്യുന്ന കളർ എങ്ങനെ ചേഞ്ച് ആക്കുന്നത്? അതിനെ ട്യൂണിങ് എന്ന് പറയും. ട്യൂണിങ് ചെയ്യുന്നത് എന്താ പറയാ, കെമിക്കൽ സ്ട്രക്ചറിൽ ഓൾട്ടർനേഷൻ വരുത്തിയിട്ടാണ്. അപ്ലൈഡ് വോൾട്ടേജ് വരുമ്പോൾ അത് ആപ്ലിക്കേഷൻ ലെവലല്ലേ, ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് മാറുന്നതാണ്. കെമിക്കൽ സ്ട്രക്ചർ മാറ്റിയിട്ടാണ് നമ്മൾ അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്കത് ആ PPTയില് ഇതിന്റെ അകത്ത് പറഞ്ഞല്ലോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതോടെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഓരോ പോളിമേഴ്സിനെ നമുക്ക് ഇതിന്റെ ട്യൂൺഡ് വെർഷൻസ് അവൈലബിൾ ആണ്. ഈ പറയുന്ന പോളിഫ്ലോറോൺസിന് നമുക്ക് ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് 400 to 470 നാനോമീറ്റർ എമിറ്റ് ചെയ്യും. നമുക്ക് കുറച്ചുകൂടെയൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഇതിന്റെ അകത്ത് വേറെ ഗ്രൂപ്പ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡോപ്പൻസ് അല്ല, വേറെ ഗ്രൂപ്പ് തന്നെ ആഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ കോപോളിമേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടും ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, വിട്ടുപോയതാണ് ഞാൻ വയ്ക്കണമെന്ന് വിചാരിച്ചത്. അടുത്ത ക്ലാസ്സിനത് ചെയ്യാം.
പറഞ്ഞ ആ സ്ലൈഡ്സ് കൂടെ ആഡ് ചെയ്തിരിക്കുക. ഓക്കെ, വേറെ ഓപ്ഷൻസ് ഓൾട്ടറിംഗ് ദ തിക്നെസ് ഓഫ് ദ പോളിമർ ആണെന്നല്ല, കൂളിംഗ് ദ പോളിമർ അതുമല്ല. കെമിക്കലി ചേഞ്ച് ചെയ്യുന്നതിനാണ് ട്യൂണിംഗ് എന്ന് പറയുന്നത്. അതാണ് ട്യൂണിംഗ് എന്ന് പറയുന്നത്. നമ്മള് 1-2 എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു, അടുത്ത ക്ലാസ്സിന് പറഞ്ഞുതരാം. ഓക്കെ, വാട്ട് റോൾ ഡു ഡോപ്പൻസ് പ്ലേ ഇൻ ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ്? ഡോപ്പൻസ് എന്തിനാ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന? ഇലക്ട്രോലൂം ഡോപ്പൻസ് എന്ന് വെച്ചാൽ എന്താ? ഡോപ്പിംഗ് അല്ലെങ്കിൽ ഡോപ്പന്റ് എന്ന് വെച്ചാൽ എന്താ? ഇമ്പ്യൂരിറ്റീസ്. എന്തിനു വേണ്ടിട്ടാ? കണ്ടക്ടിവിറ്റി മാത്രമല്ല, അങ്ങനെ പഠിക്കരുത്. അത് നമ്മള് സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടേഴ്സിന്റെ കേസ് എടുക്കുമ്പോൾ അതൊക്കെ. ഇലക്ട്രോലൂമിനസെൻസിന്റെ കേസിൽ എന്തിനായിരിക്കും? ചാർജ് ഇൻജെക്ഷൻ ആൻഡ് കണ്ടക്ടിവിറ്റി. ചാർജ് ഇൻജെക്ഷൻ ആൻഡ് കണ്ടക്ടിവിറ്റി. വേറെ എന്തെങ്കിലും ഉണ്ടോ? സപ്രസ് ലൈറ്റ് എമിഷൻ. വേറെ ചാർജ് ഇൻജെക്ഷൻ കണ്ടക്ടിവിറ്റി. വേറെ ഇല്ല. സപ്രസ് ചെയ്യാനല്ല കേട്ടോ, ചാർജ് ഇൻജെക്ഷൻ കണ്ട നമ്മള് അവിടെ സെമി കണ്ടക്ടേഴ്സിൽ എന്താ ചെയ്യുന്നത്? ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിക്കും. നമുക്ക് എങ്ങനെയാണോ വേണ്ടതെന്നനുസരിച്ച് മാറ്റും. ഇവിടെയും അങ്ങനെയാണ്. ഇവരെങ്ങനെയാണ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരുപാട് ഇലക്ട്രോൺസും ഹോൾസും വരും. ഒരുപാട് ഇലക്ട്രോൺസും ഹോൾസും ഇങ്ങനെ വരുന്ന സമയത്ത് ഇവര് റീകമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? നമുക്ക് ചാർജ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് കൂടുതൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഡോപ്പിംഗ് ചെയ്യുന്നത്. So dopants are introduced to introduce charge carriers in the polymer, improving its conductivity and also enabling efficient recombination of charges to produce light. Okay. What is the key limitation of electroluminescent polymers in commercial application? C. C. Mara. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? ഓപ്ഷൻ എന്താ? ഇനബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്. ഒന്നുമല്ല, എബിലിറ്റി ഉണ്ട്, ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഹൈ എനർജി കൺസംഷൻ, അതും തെറ്റാണ്. സെൻസിറ്റീവ് ടു മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ, അതാണ് കറക്റ്റ്. അതുപോലെ ലാക്ക് ഓഫ് കളർ വെറൈറ്റി, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ട്യൂണിങ് ഒക്കെ ചെയ്തിട്ട് ഏത് കളർ വേണോ ആ കളറൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവർ പെട്ടെന്ന് ഡീഗ്രേഡ് ആവും. സെൻസിറ്റിവിറ്റി ടു മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ, ഓപ്പറേഷൻ ലൈഫ് ടൈം. പിന്നെ അതിന്റെ റീസൺ ഡബിൾ ബോൺസ് ഒക്കെ വരുന്നതാണ് കേട്ടോ. കോൺജുഗേഷൻ തന്നെയാണ് അവിടെ മെയിൻ ആയിട്ട് റീസൺ ആയിട്ട് വരുന്നത്. And which property of electroluminescent polymers makes them suitable for thin film applications? Option C. Option C. Mara. പറഞ്ഞതാണല്ലോ, തിൻ ഫിലിം ആപ്ലിക്കേഷന് എന്താ എങ്ങനെയാണ്? ഓപ്ഷൻ സി. ഓക്കെ. ഈ ഓർഗാനിക് സോൾവൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആർക്കെങ്കിലും പറഞ്ഞു തരാമോ? എന്തിനൊക്കെയാ നമ്മൾ ഓർഗാനിക് സോൾവൻസ് എന്ന് പറയാ? പറഞ്ഞ ആരെങ്കിലും? മെത്തനോ. വെരി ഗുഡ്, മെത്തനോൾ. വേറെ? എസ്റ്റേഴ്സ് ഒക്കെ. എസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. CO ബോണ്ട് വരുന്ന എല്ലാ സാധനങ്ങളെയും നമുക്ക് എസ്റ്റേഴ്സ് എന്ന് പറയാം. സ്പെസിഫിക്കലി CCl4. വെരി ഗുഡ്. കാർബൺ ടെട്രാക്ലോറൈഡ് ഒരു നല്ല സോൾവെന്റ് ആണ്. പിന്നെ
ഒരുപാടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് പോളിമേഴ്സ് ഉണ്ട്. പോളിമേഴ്സ് ഓർഗാനിക് സോൾവെന്റ്സ്, പോളിമേഴ്സ് അല്ല. solvent. എന്തോ? അസറ്റോൺ. വെരി ഗുഡ്, അസറ്റോൺ. ഇതൊക്കെ തന്നെയാണ്. ഈ പെട്രോള് എങ്ങനെ? പെട്രോൾ എന്താ ശരിക്കും? അറിയില്ലേ? ഹലോ, അറിയില്ല ആർക്കും പെട്രോൾ എന്താന്ന്. പെട്രോൾസിന് ആൽക്കൈൻസിന്റെ എല്ലാത്തിന്റെ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിന്റെ മിക്സർ ആണ് കേട്ടോ. നമുക്ക് അതും ഓർഗാനിക് സോൾവെന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ടൊളുവിൻ ഒരു നല്ല സോൾവെന്റ് ആണ്. ബെൻസീൻ ഇറ്റ്സെൽഫ് അതൊരു സോൾവെന്റ് ആണ്. ഇതൊക്കെ തന്നെ. പിന്നെ ഫിനോള് യൂസ് ചെയ്യും. ബെൻസീൻ നിങ്ങൾ ഒഴിച്ചു വരുന്നത് യൂസ് ചെയ്യും. അപ്പൊ ഈ ഓർഗാനിക് ആപ്ലിക്കേഷൻ വൈസ് ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സ് ആയാലും കണ്ടക്ടിങ് പോളിമേഴ്സ് ആയാലും നമ്മൾ പോളിമർ ടൈപ്പിൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് ഒരു ഓർഗാനിക് സോൾവെന്റിൽ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കോട്ടിങ് പോലെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. Electroluminescent polymers can be processed into thin films using solution-based techniques like spin coating or inkjet printing, thanks to their solubility in organic solvents. Okay. Which of the following is not a commonly used electroluminescent polymer? ഓപ്ഷൻ സി. Option C. വേറെ ഓപ്ഷൻ സി എവിടെയാ യൂസ് ചെയ്യാന്നറിയോ? പോളികാർബണേറ്റ്സ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? പറഞ്ഞ റെസ്പോണ്ട് പ്ലീസ്. അറിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ പോളികാർബണേറ്റ് എവിടെ യൂസ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ. ഓട്ടോമോട്ടീവ്. വെറുതെ ഓട്ടോമോട്ടീവ് നമുക്കൊരു ആപ്ലിക്കേഷൻ ആയിട്ട് പറ. നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ എവിടെ യൂസ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷനിൽ എവിടെ യൂസ് ചെയ്യുന്നത്? DVD, CD, എയർക്രാഫ്റ്റ് വിൻഡോസിലൊക്കെ. ആ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഏത് എവിടെയാണ്? ഹെഡ്ലൈറ്റ്. ഹെഡ്ലൈറ്റ്, വെരി ഗുഡ് വെരി ഗുഡ്. അതായത് ഈ ഗ്ലാസിന്റെ നമ്മള് ബ്രിട്ടിൽ ആയിട്ടുള്ള ഗ്ലാസിന്റെ ആപ്ലിക്കേഷൻ, ഐ മീൻ പോളിമർ ആപ്ലിക്കേഷനിൽ വരുന്ന സാധനമാണ് പോളികാർബണേറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസിൽ യൂസ് ചെയ്യും. നമ്മുടെ മറ്റേ ഇതില്ലേ, വലിയ വലിയ ഗ്ലാസ് ബിൽഡിങ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? അത് എക്സാക്ട്ലി ഗ്ലാസ് അല്ല, നോർമൽ ആയിട്ടുള്ള ഗ്ലാസ് അല്ല, അതിന്റെ അകത്തൊക്കെ വരുന്നത് പോളികാർബണേറ്റ് ആണ്. കംപ്ലീറ്റ് പോളികാർബണേറ്റും അല്ല, ഈ ലാമിനേറ്റഡ് ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് പോളികാർബണേറ്റ് ആണ്. അതുപോലെ സ്പെക്സ് ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നുണ്ട്. സ്പെക്സ് ഉണ്ടാക്കാനായിട്ട് വേറെ ഒരു പോളിമർ, ഇതുപോലെ ആപ്ലിക്കേഷൻ പോളികാർബണേറ്റിനെ പോലെ ആപ്ലിക്കേഷൻ വരുന്ന വേറൊരു പോളിമറും പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാ? ആർക്കെങ്കിലും അറിയോ? അറിയോന്നല്ല, ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്തോ? ഏതാ പറഞ്ഞ? പോളി എത്തിലീൻ ഇല്ല. പോളി എത്തിലീന് അത്രയ്ക്ക് സ്ട്രോങ് ഒന്നുമല്ല. പോളികാർബണേറ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. പോളി എത്തിലീനിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. വേറൊരു പോളിമർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ ഗ്ലാസ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിമർ, ഈ സ്പെക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞത് ഏതാ? നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഫൈബർ ഗ്ലാസ് എന്നൊക്കെ പറയത്തില്ലേ, തറയിൽ വീണാലും പൊട്ടാത്ത സ്പെക്സ് ഒക്കെ അല്ലേ, അത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പോളിമർ ഏതാ? പോളിസ്റ്റൈറീൻ ആണ്. സ്റ്റൈറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ബ്രിട്ടിൽനെസ് ആണ്. സ്കെയിലൊക്കെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ സ്കെയിൽ പൊട്ടത്തില്ല, പക്ഷെ ഒന്ന് ഓടിച്ചു നോക്കിയേ, സ്കെയിൽ അപ്പൊ തന്നെ പൊട്ടും. പോളിസ്റ്റൈറീൻ ആണ് ഏറ്റവും ബ്രിട്ടിൽ ആയിട്ടുള്ള പോളിമർ. അതും മൈൻഡിൽ വെച്ചേക്കുക കേട്ടോ. ഏറ്റവും ബ്രിട്ടിൽ ആയിട്ടുള്ള പോളിമർ പോളിസ്റ്റൈറീൻ ആണ്. അപ്പൊ അതും നമുക്ക് ഗ്ലാസസിന്റെ ആപ്ലിക്കേഷൻസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല.
കുറെ കൂടെ ഒക്കെ റിവൈസ് ചെയ്യട്ടോ. ആപ്ലിക്കേഷൻ ഞാൻ ഒരുപാട് പറഞ്ഞു തന്നതും അതിന് വേണ്ടിയിട്ടാണ്. PMMA കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? PMMA ആരും കേട്ടിട്ടില്ലേ? PMMA ആണ് കേട്ടോ. ഇപ്പൊ പോളികാർബണേറ്റ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പോളി മീഥൈൽ മെത്താക്രിലേറ്റ് എന്ന് പറയും. ഓക്കെ, അതും ഗ്ലാസിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് സ്പെക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമറാണ്. Polycarbonate is a thermoplastic and not a conjugated polymer. Thus, it cannot be conduct electricity or emit light. Other options are widely used in electroluminescent polymers. Conjugation എന്താ? alternate single bond double bond. ഓക്കെ, ഓൾട്ടർനേറ്റീവ് സിംഗിൾ ഡബിൾ. അപ്പം ഒരു പോളിമർ കണ്ടക്റ്റീവ് ആണോ അല്ലെങ്കിൽ ഇലക്ട്രോലുമിനസെന്റ് ആണോ എന്നുള്ളതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ പോളിമറിൽ കോൺജുഗേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, now what is the primary structural role of cellulose in plants? C. വേറെ C. ഓക്കെ, എനർജി സ്റ്റോർ ചെയ്യുന്ന ആളാരാ? അതൊക്കെ പോളിമേഴ്സ് ആട്ടോ. എനർജി സ്റ്റോർ ചെയ്യുന്നവരാ, അതൊക്കെ പറഞ്ഞതല്ലേ. സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് ആണ്. So cellulose is a polysaccharide biopolymer that forms the primary structural component of plant cell walls. Its strong hydrogen bonded network gives plants rigidity and helps maintain their structure. എനർജി സ്റ്റോർ നമ്മൾ സ്റ്റാർച്ച് ആണ് വരുന്നത്. അതുപോലെ ഫോട്ടോസിന്തസിന് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു ക്ലോറോഫിൽ അറിയായിരിക്കുമല്ലോ, പിഗ്മെന്റ് ഗ്രീൻ കളർ ഒക്കെ കൊടുക്കുന്ന സാധനം. അതാണ് ഫോട്ടോസിന്തസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എനർജി സ്റ്റോർ ചെയ്യാൻ സ്റ്റാർച്ചും മെക്കാനിക്കൽ സ്ട്രെങ്തും സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സെല്ലുലോസ് ആണ്. ഓക്കെ, which of the following biopolymer is a key component in the human extracellular matrix? കൊളാജൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ കൊളാജൻ അല്ലാണ്ട്? Collagen ആണ്. Collagen is a protein-based biopolymer that provides structural support in the extracellular matrix of connective tissues in humans and animals. Contributes tissue strength, elasticity, and regeneration. Starch is a plant-based biopolymer, chitosan. Some chitin is used in various biomedical applications, but it is not naturally part of human. Chitin എവിടെ കാണുന്ന chitosan എവിടെ കാണുന്ന സാധനം? കോൺസിന്റെ ഒക്കെ സ്കെൽറ്റൺ. അല്ലല്ല, ഹെയറില് കൈറ്റോസാൻ ഒന്നും ഇല്ല കേട്ടോ. ഹെയറിൽ കെരാറ്റിൻ അല്ലേ ഉള്ള. എനിക്ക് ബയോളജി അങ്ങനെ അറിയില്ല, കൈറ്റിൻ ഉണ്ടോന്ന് അറിയില്ല. കൈറ്റിനും കൈറ്റോസാനൊക്കെ ഷെൽസിൽ കാണുന്ന സാധനമാണ് മെയിൻ ആയിട്ട്. അതായത് നമുക്ക് എന്താ പറയാ പോളിമേഴ്സിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഹെയറിൽ കെരാറ്റിൻ എന്നാണ്, കെരാറ്റിൻ ആണ് ഹെയറിലുള്ളത്. ഇതാണ് നമ്മുടെ ചെമ്മീന്റെ ഷെല്ലിലുള്ള സാധനമാണ്. അതാണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്നത് അതിലാണ്. ക്രാബിലും ഉണ്ടെന്നാണ് തോന്നുന്നത്. ക്രാബിന്റെ ഷെല്ലിലും കൈറ്റിനും കൈറ്റോസാനും ഒക്കെ ഉള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് കൊളാജൻ. What makes polylactic acid a widely used biopolymer in packaging application? ഓപ്ഷൻ ബി. ഇനബിലിറ്റി. ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഇല്ല, കുറവാണ്. ബയോഡിഗ്രഡബിലിറ്റി ഉണ്ട്, റിന്യൂവബിലിറ്റി ഉണ്ട്.
റെസിസ്റ്റൻസ് ടു ഹീറ്റും കുറവാണ്. തെർമോപ്ലാസ്റ്റിക് ആണ്, തെർമോസെറ്റ് ഒന്നും അല്ല. അപ്പം മെൽറ്റ് ആവും കുറെ കഴിഞ്ഞാൽ. ഇനബിലിറ്റി ഡീകമ്പോസ് തെറ്റാണ്, ഡീകമ്പോസ് ആയി പൊക്കോളും. ഓക്കെ, biodegradability, renewable sources like corn starch and sugar cane. It's biodegradable, making it an eco-friendly alternative to petroleum-based plastics in packaging. While it has moderate strength, its thermal resistance is limited, which can be a drawback in high temperature application. Okay. So, ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടോ ബയോപോളിമേഴ്സും ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സിലും? എല്ലാ പോളിമേഴ്സിന്റെ സ്ട്രക്ചർ പഠിക്കുക, അതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കുക. നിങ്ങൾക്ക് പിന്നെ മോണോമേഴ്സും പഠിക്കുക. ഓക്കെ, മോണോമേഴ്സിന്റെ സ്ട്രക്ചർ നോക്കി പഠിക്കുക. വേറെ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും പറയാനുണ്ടോ പോളിമേഴ്സ് പ്രീവിയസ് ക്ലാസ്സസോ ഇത് എന്തെങ്കിലും വെച്ചിട്ട്? ഉണ്ടോ? കോൺജുഗേഷൻ ചെയ്യാതെ ഈ പോളിമേഴ്സിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, കോൺജുഗേഷൻ നമ്മൾ ചെയ്യുന്നതല്ല. കോൺജുഗേഷൻ ഓൾറെഡി ആ പോളിമറിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ കണ്ടക്ടിങ് പോളിമറിന്റെ മെയിൻ എക്സാമ്പിൾ ഏതാ? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടക്ടിങ് പോളിമർ വെരി ഗുഡ്. പോളി അസെറ്റിലീൻ രണ്ട് യൂസ് ചെയ്യും. കുറച്ചുകൂടെ സ്ട്രക്ചറലി എളുപ്പം പോളി അസെറ്റിലീൻ ആണ്. ഇപ്പൊ പോളി അസെറ്റിലീന്റെ കേസിൽ ഫുള്ള് ഇങ്ങനെ വെറുതെ വരുന്ന ഇപ്പം CH സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, ഇങ്ങനെ ഒന്നുമില്ല. 1 2 3 4 2 3 4. ഓക്കെ, ഇതാണ് പോളി അസെറ്റിലിന്റെ സ്ട്രക്ചർ. ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പൊ കോൺജുഗേഷൻ നമ്മളായിട്ട് കൊടുക്കുന്നതല്ല, ഓൾറെഡി അതിൽ കോൺജുഗേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്യൂ. ഇത് കണ്ടുപിടിച്ചത് പേരൊന്നും, ഒരു ജാപ്പനീസ് സയന്റിസ്റ്റ് ആണ്. അയാൾക്ക് നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പോളി അസെറ്റിലിന്റെ കണ്ടുപിടുത്തത്തില്. കാരണം നമ്മൾ അതുവരെ എന്താണ് അറിയോ? പേരറിയോ? 2000 നോബൽ പ്രൈസ് കിട്ടിയത് ആളുടെ പേര് നോക്കണം. ഞാൻ പഴയ സ്ലൈഡ് നോക്കിയാൽ മനസ്സിലാവും, അതില് കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടക്ടിങ് പോളിമേഴ്സ് പഠിപ്പിച്ച അതായത് അതുവരെ നമുക്ക് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അത് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇയാളാണ് കണ്ടുപിടിച്ചത് കോൺജുഗേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനവും. അതുണ്ടെങ്കിൽ പോളിമർ കണ്ടക്ടിങ് ആയിരിക്കും. അതിനുശേഷം അപ്പൊ ആദ്യം അങ്ങനെ പോളി അസെറ്റിലീൻ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ടാണ് പോളി അനിലീൻ ഒക്കെ വരുന്നത്. പോളി അനിലീന്റെ സ്ട്രക്ചർ അറിയോ ആർക്കെങ്കിലും? എളുപ്പമല്ലേ? അനിലീന്റെ സ്ട്രക്ചർ എന്താ? അനിലീൻ എന്ന് വെച്ചാൽ എന്താ? അനിലീൻ അറിയില്ലേ? ബെൻസീനില് വെരി ഗുഡ്. ബെൻസീനിൽ NH2 വരുന്നതിനാണ് അനിലീൻ എന്ന് പറയാം. അതിന്റെ പോളിമർ അത് തന്നെയാണ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരും. അതിലും ഒരുപാട് ടൈപ്പ് ഉണ്ട്. പോളി അനിലീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതാണ് ആ ഒരു ടോപ്പിക്ക് മാത്രം നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് മാറ്റിയത്. ഓക്കെ, അപ്പൊ കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ആ പോളിമറിൽ ഉള്ളതാണ്, നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.